നമസ്കാരം. എല്ലാ സർക്കാർ ജീവനക്കാരും 2025 കലണ്ടർ വർഷത്തെ, അതായത് 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള 12 മാസ കാലയളവിലെ പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള സമയമായിരിക്കുകയാണ്. ജനുവരി 1-നും 15-നും ഇടയിൽ സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേനയാണ് ഈ പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കേണ്ടത്. എല്ലാ സർക്കാർ ജീവനക്കാരും എന്നതിൽ പാർട്ട് ടൈം ജീവനക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. പാർട്ട് ടൈം ജീവനക്കാർക്ക് പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ കർശനമായ ശിക്ഷണ നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൊമോഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയവയ്ക്കൊന്നും പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കാത്തവരെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി റിട്ടേൺ ഇത്രയും നിർബന്ധിതമാക്കിയിരിക്കുന്നത്? മറ്റൊന്നുമല്ല, സർക്കാർ ജീവനക്കാരുടെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയുക എന്നീ ലക്ഷ്യത്തോടെ 1960 സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിലെ റൂൾ 37 തന്നെ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കലണ്ടർ വർഷത്തിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും, അതായത് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ വിവരമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അത് വാങ്ങിയത് സ്വന്തം പേരിലാകാം, പങ്കാളിയുടെ പേരിലാകാം, മക്കളുടെ പേരിലാകാം, അടുത്ത ബന്ധുക്കളുടെ പേരിലാകാം. ഇനി ഒരു ബിനാമിയുടെ പേരിലായാൽ പോലും നമ്മുടെ പണം ഉപയോഗിച്ച് ആണ് ഈ വസ്തുവകകൾ വാങ്ങിയതെങ്കിൽ കൃത്യമായും നമ്മൾ പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി ഒന്നും വാങ്ങിയിട്ടില്ലാത്തവരോ, അവരും പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ അത് നിൽ റിട്ടേൺ ആയിരിക്കും എന്ന് മാത്രം. നമ്മൾ ഈ മൂവബിൾ ഓർ ഇമ്മൂവബിൾ എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ഈ മൂവബിളിൽ വരുന്നത്? വാഹനങ്ങൾ, ജുവലറി, അതുപോലെ തന്നെ പണം, ബാങ്ക് ഡിപ്പോസിറ്റ്, മെഷീനറി, വാച്ച്, പ്രോമിസറി നോട്ട്സ്, ഏതെങ്കിലും പുസ്തക പ്രസാധനത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന റോയൽറ്റി തുക, ഇലക്ട്രോണിക് ഡിവൈസുകളുടെ പർച്ചേസ്, ഇപ്പോൾ മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ്, അങ്ങനെ ഒരിടത്തു നിന്നും എടുത്തു മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാം തന്നെ മൂവബിൾസിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇമ്മൂവബിൾസ് പറയുന്ന പോലെ തന്നെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്തത്. ഇപ്പോൾ ലാൻഡ്, ഒരു വസ്തു വാങ്ങി, അത് നമുക്ക് മൂവബിൾ അല്ല, ഇമ്മൂവബിളാണ്. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വാങ്ങി, അല്ലെങ്കിൽ ഒരു ഫാക്ടറി വാങ്ങി, അല്ലെങ്കിൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മരം വാങ്ങി, ഇതൊക്കെ ഇമ്മൂവബിൾസിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. മരത്തിനെ വെട്ടിമുറിച്ച് മറ്റിടത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഉൾക്കൊള്ളിക്കേണ്ടത് ഇമ്മൂവബിൾസിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ എൻ്റെ വസ്തുവകളും കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇൻകം ടാക്സും പ്രോപ്പർട്ടി റിട്ടേണും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് അനധികൃതമായി വാങ്ങിയതല്ല എന്ന് തെളിയിക്കുന്ന ഒരു രേഖ മാത്രമാണ് ഈ പ്രോപ്പർട്ടി റിട്ടേൺ. അതിൻ്റെ ആവശ്യം വരുന്നത് ഏതെങ്കിലും ഒരു അവകാശ തർക്കം ഉന്നയിക്കുമ്പോഴാണ്. നമ്മളൊരു വസ്തു വാങ്ങി അത് എൻ്റെതാണ് എന്ന് എനിക്ക് ഒരിടത്ത് ക്ലെയിം ചെയ്യണമെങ്കിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളത് കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം അധികൃതർക്ക് ഉണ്ട്. അതുകൊണ്ട് എന്ത് വാങ്ങിയാലും അത് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുക, അത് ടാക്സ് ഈടാക്കാൻ ഇടയാകും എന്നൊക്കെയുള്ള ചിന്താഗതികൾ മാറ്റിവെക്കുക. നമ്മളൊന്നും ഒളിച്ചു വയ്ക്കാതെ പ്രോപ്പർട്ടി റിട്ടേണിൽ ഉൾക്കൊള്ളിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങളാണ് വർക്കിംഗ് ക്ലാസ് പുറത്തിറക്കിയ മറ്റൊരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളത്. ആ സംശയങ്ങളും വസ്തുതകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വേറൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ള ഐ ബട്ടണിലും നിങ്ങൾക്കത് കാണാൻ കഴിയും. അതൊന്ന് നോക്കിയേക്കുക. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം അങ്ങ് മാറിക്കിട്ടും. നേരത്തെ ഈ പ്രോപ്പർട്ടി റിട്ടേൺ ചെയ്തിരുന്നത് ഒരു പേപ്പറിൽ എഴുതി ഒരു സീൽഡ് കവറിനകത്താക്കി ഓഫീസ് മേധാവിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം പോലും അത് തുറന്നു നോക്കാറില്ല. എന്തെങ്കിലും ഒരു അവകാശ തർക്കം വരുമ്പോൾ സർക്കാരിന് മാത്രമാണ് ഇത് തുറന്നു നോക്കാനുള്ള അധികാരം. അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ 2019 മുതലാണ് സ്പാർക്ക് വഴി ഇത് സമർപ്പിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ലഭിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പാർക്ക് വഴി പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്ന് നോക്കാം. എല്ലാ ജീവനക്കാരും അവരുടെ പേഴ്സണൽ ലോഗിനിൽ കയറിയാണ് ഇത് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പേഴ്സണൽ ലോഗിനിൽ കയറേണ്ടതെന്ന് അറിയാത്ത ജീവനക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരാളുടെ പേഴ്സണൽ ലോഗിനിൽ കയറി എങ്ങനെയാണ് പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു സ്പാർക്കിലേക്ക്. ഇവിടെ ഞാനൊരു എംപ്ലോയിയുടെ പേഴ്സണൽ ലോഗിനിലേക്ക് കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ യൂസർ കോഡ്, പാസ്വേഡ്, അതുപോലെ തന്നെ ക്യാപ്ച എൻ്റർ ചെയ്തു സൈൻ ഇൻ ചെയ്യുന്നു. ഇതാണ് ആ എംപ്ലോയിയുടെ പേഴ്സണൽ ലോഗിൻ. ഇതിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ പ്രൊഫൈൽ അഡ്മിൻ, ഇതിലാണ് നമുക്ക് പ്രോപ്പർട്ടി റിട്ടേൺ ചെയ്യേണ്ടത്. ഇതിൽ രണ്ടാമത് കിടക്കുന്ന പ്രോപ്പർട്ടി റിട്ടേൺ എന്നുള്ള ആ സബ് മെനു
നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലൊരു പേജ് വന്നു. ഇവിടെ പറയുന്നുണ്ട് ഓൺലൈൻ ഫയലിംഗ് പീരീഡ് 1/1/2026 മുതൽ 15/1/2026 വരെയാണ്. ഇവിടെ ആളിൻ്റെ പേരുണ്ട്, വെൽക്കം. ആ എംപ്ലോയിയുടെ പേര് ഇവിടെ ഉണ്ടാകും. ഇതിന് 4 സ്റ്റെപ്പുകളാണ് ഈ പ്രോപ്പർട്ടി റിട്ടേൺ ഫയലിങ്ങിന് ഉള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 1, അത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജാണ്. ആ പേജിൽ കുറേയൊക്കെ ഓട്ടോ ഫിൽഡായിട്ട് വന്നിരിക്കും. അത് സ്പാർക്കിൻ്റെ ഡേറ്റാബേസിൽ നിന്നും തന്നെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതിയാവും. അടുത്തത് പാർട്ട് 2 ഡീറ്റെയിൽസ് ഈഫ് ആപ്ലിക്കൽ. പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഭാഗമാണ് പാർട്ട് 2. പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവബിളായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് പാർട്ട് 3യിലാണ്. അത് കഴിഞ്ഞ് ജനറേറ്റ് ആൻഡ് പ്രിൻ്റ് അക്നോളജ്മെൻ്റ് ആണ്. ഈ ജനറേറ്റ് ആൻഡ് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് ജനറേറ്റ് ആൻഡ് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യാതൊരു എഡിറ്റിങ്ങും നടക്കില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനം ചെയ്യേണ്ടതാണ് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഓരോരോ പാർട്ടുകളായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. പാർട്ട് 1 ആണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ എഡിറ്റിംഗ് ഓഫ് റിട്ടേൺ ഈസ് അലൗഡ് ബിഫോർ പ്രിൻറ്റിംഗ് അക്നോളജ്മെൻ്റ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് മൂവബിൾ ഓർ റിമൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഓർ ഡിസ്പോസ്ഡ്. നമ്മൾ മുൻ വർഷങ്ങളിൽ വാങ്ങിയ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. നമ്മളത് വിറ്റുപോയാൽ അതിനെയും നമുക്ക് ഈ പ്രോപ്പർട്ടി റിട്ടേണിൽ കാണിക്കാൻ കഴിയും. അപ്പോൾ 2025 വർഷത്തേക്കുള്ള പ്രോപ്പർട്ടി റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എംപ്ലോയിയുടെ പെൻ നമ്പറുണ്ട്, പേരുണ്ട്. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് ആണ്. എന്താണ്? നമ്മുടെ പേരിനോടൊപ്പമുള്ള ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷനാണ് നമ്മളവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഞാനവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് എല്ലാം ഡാറ്റാബേസിൽ നിന്നും വന്നിട്ടുണ്ട്. അടുത്തത് അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയാണ്. മാക്സിമം 50 ക്യാരക്ടേഴ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ ഡെസിഗ്നേഷൻ നമ്മളിവിടെ എഴുതുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വെദർ മൂവബിൾ ഓർ റിമൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയേഴ്സ്. ഇവിടെ പ്രീവിയസ് ഇയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻ വർഷങ്ങളിൽ 2025 നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 25 മുമ്പ് നമ്മൾ എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ വിറ്റിട്ടില്ല എങ്കിൽ നോ കൊടുക്കാം. നോ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, താഴോട്ട് പോകാം. എന്നാൽ നമ്മൾ യെസ് ആണ് ഇവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇഫ് യെസ് വെദർ ഡീറ്റെയിൽസ്ഡ് ഫർണിഷ്ഡ് ഇൻ ടൈം. നമ്മൾ സമയത്ത് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ എന്നാണ്. കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യെസ് എന്ന് എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോ എന്നെഴുതും. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്തെഴുതും? നോ എന്നെഴുതും. ആരാണ് നേരത്തെ പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കാതെ പോയിട്ടുള്ളത്? ഒന്നുകിൽ ആ സമയത്ത് ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നിട്ടുണ്ടാവില്ല. മുൻ വർഷങ്ങളിൽ നമ്മളൊരു ബൈക്ക് വാങ്ങി, പക്ഷേ അന്ന് എനിക്ക് ജോലി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാനത് പ്രോപ്പർട്ടി റിട്ടേൺ കൊടുത്തിട്ടില്ല. കാരണം എന്താണ്? ആ കാരണം നമ്മൾ എഴുതണം. ഐ വാസ് നോട്ട് ആൻ എംപ്ലോയി അറ്റ് ദാറ്റ് ടൈം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നോ എന്നെഴുതിയതിന് ശേഷം നമ്മൾ അന്ന് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നുള്ളത് എഴുതുക. എന്നാലും ഞാനിവിടെ യെസ് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ മുൻ വർഷങ്ങളിൽ വാങ്ങുകയും ചെയ്തിരുന്നു, അതിൻ്റെ റിട്ടേൺ ഞാൻ അന്ന് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് യെസ് കൊടുത്തു. അടുത്തത് വെദർ മൂവബിൾ ഓർ റിമൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ റിപ്പോർട്ട്. ഇവിടെയാണ് 2025 കാര്യം വരുന്നത്. 2025 നിങ്ങൾ ഏതെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ്. നോ എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നമുക്കിവിടെ ഒരു ടിക്കും കൊടുത്തിട്ട് കൺഫേം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ പോയി ജനറേറ്റ് അക്നോളജ്മെൻ്റ് എടുത്താൽ മതിയാവും. എന്നാൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തവരായിരിക്കുമല്ലോ കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യെസ് കൊടുക്കുകയാണ്. നോ ആണെങ്കിൽ പറഞ്ഞല്ലോ, നോ ആണെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട. ഇവിടെ ഈ ടിക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു, അക്നോളജ്മെൻറ്റ് ജനറേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇവിടെ നമ്മൾ യെസ് കൊടുക്കും. നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്തു, കൺഫേം ചെയ്യുന്നു. അപ്പോൾ പ്രോപ്പർട്ടി റിട്ടേൺ പാർട്ട് 1 സക്സസ്ഫുള്ളി ഫയൽഡ്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് പാർട്ട് 2 ആണ് ചെയ്യേണ്ടത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കൊടുക്കേണ്ട സ്ഥലമാണ് പാർട്ട് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിയ വിവരങ്ങൾ നൽകേണ്ട സ്ഥലം. ഇവിടെ ഐ ആം നോട്ട് പൊസസ്ഡ് ഓഫ് എനി ലാൻഡഡ് പ്രോപ്പർട്ടി ഓർ ബിൽഡിംഗ്. ഞാൻ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ടിക്ക് ചെയ്യുക, ഇവിടെ സേവ് ചെയ്യുക, ഇവിടെ ഈ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. എന്നാൽ വാങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം
ഇവിടെ ഇത് ടിക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്തൊക്കെ എൻട്രി ചെയ്യണം? വാല്യൂ ഓഫ് ലാൻഡ്. നമ്മൾ ലാൻഡാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില ഇപ്പോൾ 10 ലക്ഷമാണെങ്കിൽ 10 ലക്ഷം. വെദർ വിത്ത് ബിൽഡിംഗ് ആണെങ്കിൽ യെസ് ഓർ നോ. വിത്ത് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ യെസ് എഴുതാം, ഇല്ലെങ്കിൽ നോ എഴുതുക. അതിനുശേഷം റിനോവേഷൻ നടത്തിയിട്ടുള്ളതാണെങ്കിൽ ആ റിനോവേഷൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്റ്റൻഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇതെല്ലാം നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ വെറ്റ് ലാൻഡ് ആണോ ഡ്രൈ ലാൻഡ് ആണോ ഗാർഡൻ ആണോ വാങ്ങിയതെന്നുള്ളത് നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ കഴിയും. ഡ്രൈ, വെറ്റ്, ഗാർഡൻ. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ബിൽഡിംഗ് എഴുതണം. പിന്നെ ഉള്ളതെല്ലാം ഇതുപോലെ തന്നെയാണ്, നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സർവേ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ എത്ര ഏക്കർ എന്നുള്ളതാണ്, ഇവിടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇതും അതുപോലെ തന്നെയാണ്, എവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ താലൂക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും വാങ്ങിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ടിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇത് ടിക്ക് ചെയ്യുന്നു, അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പാർട്ട് 2-ൽ നമ്മൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒന്നും വാങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. പ്രോപ്പർട്ടി റിട്ടേൺ പാർട്ട് 2 ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി ഫയൽഡ്, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഏതാണ്? പാർട്ട് 3 ആണ് നമ്മൾ ചെയ്യേണ്ടത്. പാർട്ട് 3 സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു, അടുത്തത് പാർട്ട് 3. പാർട്ട് 3 സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് എന്തൊക്കെയാണ്? ഷെയർസ്. നമ്മൾ ഓഹരി കമ്പോളത്തിൽ നിന്ന് ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു ഡിബഞ്ചർ കടപ്പത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പോസ്റ്റൽ ടൈം ഡിപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ, ക്യാഷ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഓൺഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ മൂവബിൾ ആയിട്ടുള്ള മുഴുവൻ പ്രോപ്പർട്ടീസിൻ്റെയും വിവരങ്ങളാണ് നമ്മളിവിടെ നൽകേണ്ടത്. അത് ഒരു 1000 ലെറ്റേഴ്സിൽ കുറഞ്ഞ വാചകത്തിൽ എഴുതി തീർക്കുക. അപ്പോൾ അതിന് ഒരുപാട് ഡീറ്റെയിൽസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 5 ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപ ഏത് ബാങ്കിലാണെന്നുള്ളത് 5 ലക്ഷം രൂപ എന്ന് എഴുതുക. എന്നിട്ട് ആ ബാങ്കിൻ്റെ പേര് എഴുതി വയ്ക്കുക, നമ്മുടെ ഡിപ്പോസിറ്റിൻ്റെ വിവരങ്ങളായി. അല്ലെങ്കിൽ ഷെയർ, നമ്മൾ ഏത് ഷെയറാണ് വാങ്ങിയിരിക്കുന്നത് ആ ഷെയറിൻ്റെ വിവരം എഴുതുക, അതിൻ്റെ തുക എഴുതുക. അപ്പോൾ അത് അവിടെ എഴുതി കഴിഞ്ഞു. ഒന്നും എഴുതാനില്ലെങ്കിൽ അവിടെ നില്ല് ടൈപ്പ് ചെയ്യുക. അടുത്തത് മൂവബിൾ പ്രോപ്പർട്ടീസ് അതർ ദാൻ ദോ സ്പെസിഫൈഡ് ഇൻ ക്ലോസ് എ. ഇവിടെ എയിൽ പറഞ്ഞിരിക്കുന്നതല്ലാത്ത എന്തെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടീസ് നോക്കുക. ഇവിടെ വാഹനത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, മൊബൈൽ ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു വാഹനം വാങ്ങിയെന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിയത് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ആ മൊബൈൽ ഫോണിൻ്റെ മോഡൽ നമ്പർ, അതിൻ്റെ ബ്രാൻഡ് നെയിം ഒക്കെയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മൊബൈൽ ഫോണിൻ്റെ പേരിവിടെ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ വാങ്ങിയതാണ്. അതിൻ്റെ വില കൂടി ഞാനവിടെ എഴുതി. അടുത്ത ഡെറ്റ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ഇൻഗേർഡ് ബൈ ഹിം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. നമുക്ക് ഇതിലൂടെ എന്തെങ്കിലും ഡെറ്റ്സ്, ഏതെങ്കിലും ലോൺ എടുത്തോ മറ്റോ ആണ് നമ്മളത് വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. അത് പാർട്ട്ണർഷിപ്പിൽ വാങ്ങിയതാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കണം. നമ്മൾ 2 പേർ ചേർന്ന് ആണ് വാങ്ങിയതെന്നുണ്ടെങ്കിൽ അതുകൂടി ഇവിടെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു. ഇവിടെയും നമ്മൾ എന്തെങ്കിലും എഴുതണം. എഴുതാതെ നമ്മളിവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെസ്സേജ് വരും, എൻ്റർ ഡെറ്റ്സ് ആൻഡ് ലയബിലിറ്റി ടൈപ്പ് നിൽ ഫോർ നോ ഡെറ്റ്സ്. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും എഴുതുക എന്നുള്ളതാണ്. നില്ലെന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ ഈ ടിക്ക് മാർക്ക് എൻ്റർ ചെയ്തു, കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി റിട്ടേൺ സക്സസ്ഫുള്ളി ഫയൽഡ് എന്ന മെസ്സേജ് വന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത 3 കാര്യങ്ങൾ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ഇത് 3ഉം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാം. പ്രിവ്യൂ ഓഫ് അക്നോളജ്മെൻറ്റ് സക്സസ്ഫുള്ളി ജനറേറ്റഡ്. അതിനുശേഷമാണ് നമ്മൾ ജനറേറ്റ് അക്നോളജ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. ജനറേറ്റ് അക്നോളജ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിലെന്തെങ്കിലും എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ശേഷം കഴിയില്ല. അതുകൊണ്ട് ഞാനിവിടെ ജനറേറ്റ് അക്നോളജ്മെൻറ്റ് ചെയ്യുന്നില്ല. കാരണം ഈ എംപ്ലോയിക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടാകും. അത് അദ്ദേഹം ആഡ് ചെയ്തതിന് ശേഷം മാത്രം ജനറേറ്റ് അക്നോളജ്മെൻറ്റ് എടുക്കുക. വേറൊന്നുമില്ല, ജനറേറ്റ് അക്നോളജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രിവ്യൂ തന്നെയായിരിക്കും നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിയുന്നത്. ആ പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ആ പ്രിവ്യൂ. ഇതിപ്പോൾ ഡ്രാഫ്റ്റ് എന്നാണ് കിടക്കുന്നത്. ഇത് ഒറിജിനൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്നോളജ്മെൻറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തന്നെ പ്രിൻ്റ് ഔട്ടായിട്ട് വരും. ഡ്രാഫ്റ്റ് എന്നുള്ളത് മാറും. അതിന് നമ്മൾ ഏറ്റവും അടിയിൽ ഇവിടെ സൈൻ ചെയ്തതിന് ശേഷം ഓഫീസിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളും തൊട്ട് താഴെ ഉണ്ടാകും. അപ്പോൾ ഇത്രയുമാണ് പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ഇതുപോലെ ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ അക്നോളജ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അടിയിൽ സൈൻ ചെയ്ത് ഓഫീസിൽ ഏൽപ്പിക്കുക.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എത്രയും പെട്ടെന്ന് തന്നെ പരമാവധി ആൾക്കാർക്ക് ഇത് ചെയ്യാൻ കഴിയട്ടെ. അതിനുവേണ്ടി ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്